കാക്കനാൽ ബന്ദിപ്പൂർ പാതയിൽ വാഹനങ്ങൾ തടഞ്ഞ കാട്ടാന. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി കാട്ടാനയെ തുരത്തി. കാട്ടാന വാഹനങ്ങൾ തടയുന്ന ദൃശ്യം പുറത്തുവന്നു. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, ഒരു ആശങ്കയുടെ സാഹചര്യമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ അതെല്ലാം ഒഴിഞ്ഞുവെന്നാണോ? വൈകിട്ടുണ്ടായ സംഭവത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് കാക്കനാൽ ബന്ദിപ്പൂർ പാതയാണ്. അതൊരു വനമേഖലയോട് ചേർന്നൊരു പാത കൂടിയാണ്. അവിടെ ഇത്തരത്തിൽ വന്യജീവികൾ പാതയിലേക്ക് ഇറങ്ങി വരുന്നത് സ്ഥിരം സംഭവമാണ്. ഇന്നലെ വൈകിട്ട് പക്ഷെ അല്പം ഭീതി പരത്തുന്ന രീതിയിൽ കാട്ടാന റോഡിലേക്ക് ഇറങ്ങി വരികയും ഈ വാഹനങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വാഹനങ്ങളിലേക്ക് ഓടിയെടുക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരു 30 മിനിറ്റ് നേരത്തോളം യാത്രക്കാരെ ഈ കാട്ടാന ഭീതി പരത്തി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ വനം വകുപ്പ് എത്തി ഇതിനെ തുരത്താൻ ശ്രമിച്ചു. പക്ഷേ ഇത് കാട്ടാന വീണ്ടും തിരിച്ചു പിന്നീടും വാഹനങ്ങൾക്ക് നേരെയൊക്കെ വരുന്ന സാഹചര്യമുണ്ടായി. 1 മണിക്കൂറോളം അത്തരത്തിൽ പണിപ്പെട്ടാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കാട്ടാനയെ വനത്തിലേക്ക് തുരത്തിയത്. ഈ പാതയിൽ സ്ഥിരമായി ഇത്തരത്തിൽ വന്യജീവികൾ ഇറങ്ങി വരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ രീതിയിൽ, അതായത് വാഹനങ്ങൾക്ക് നേരെ ഇങ്ങനെ ഭീതി പരത്തിക്കൊണ്ട് വരുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നതാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ കാട്ടാന എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ ശ്രമം ഫലമായി ഈ കാട്ടിലേക്ക് തുരത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാക്കനാൽ ബന്ദിപ്പൂർ പാതയിലാണ് വാഹനങ്ങൾ കാട്ടാന തടഞ്ഞത്. അത് വനത്തോട് ചേർന്ന മേഖലയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പിന്നീട് കാട്ടാനയെ തുരത്തുകയായിരുന്നു. ആ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത്. വാഹനങ്ങൾ തടയുന്ന ദൃശ്യം. ഏതാണ്ട് 1 മണിക്കൂർ നേരം ഈ കാട്ടാന ഭീതി പരത്തി എന്നുള്ളതാണ്. ഇന്ന്